ഹായ് ഫ്രണ്ട്സ്, മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഴയോരത്തൊരു വീട് എന്നത് നദികളുടെ നാടായ കേരളത്തിലെ ഏതൊരാളുടെയും സ്വപ്നമാണ്. നദിക്കരയിലെ സസ്യശ്യാമളമായ അന്തരീക്ഷം, ശുദ്ധവായു, ഓളങ്ങളെ തഴുകിയെത്തുന്ന ഇളം തെന്നൽ, നിലാവെളിച്ചത്തിൽ പുഴക്കരയിലെ മണൽപ്പരപ്പിൽ മലർന്നു കിടന്നുള്ള നക്ഷത്ര കാഴ്ചകൾ. ഇനി മഴക്കാലമായാൽ മഴത്തുള്ളികൾ പെയ്തിറങ്ങുമ്പോൾ ഉള്ളം തുള്ളിച്ചാടുന്ന നദികൾ, ഒരു തോർത്തുമുണ്ടുമുടുത്ത് തണുത്തു വിറയ്ക്കുന്ന അരയറ്റം വെള്ളത്തിലിറങ്ങി മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തുന്ന മത്സ്യങ്ങളെ മടവലയിലാക്കുക, വാഴപ്പിണ്ടികൾ വരിഞ്ഞുകെട്ടി ചങ്ങാടമുണ്ടാക്കി മലവെള്ളം നിറഞ്ഞ പറമ്പുകളിലൊക്കെ അങ്ങനെ ഒഴുകി നടക്കുക, വീടുകളിൽ മലവെള്ളം കയറുമ്പോൾ സഹജീവികൾക്ക് സഹായമെത്തിക്കുക. ഇങ്ങനെ പേമാരിയും പഞ്ഞക്കർക്കിടകവുമൊക്കെ അതിൻ്റെതായ ഒരു സ്പിരിറ്റിലെടുത്ത് മനുഷ്യൻ പ്രകൃതിയെ പ്രണയിച്ചിരുന്നൊരു കാലം സ്മൃതിപഥത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് കാലം മാറി. നമ്മുടെ വികസന സങ്കല്പങ്ങളും പുതിയ പുതിയ സുഖ സൗകര്യങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലെ മാറ്റങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെയുള്ള മനുഷ്യന്റെ പ്രയാണം, അവന്റെ ജീവതാളവും പ്രകൃതിയുടെ താളക്രമവുമൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നാടിനെ നടുക്കുന്ന പ്രളയവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ഇതിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മഴക്കാലമായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നല്ല, സാമാന്യം ഉയർന്ന ഇടങ്ങളിൽ പോലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷമാണിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ. ദിവസങ്ങളോളം വെള്ളക്കെട്ടിൽ പെട്ടുപോകുന്ന വീടുകൾ നമുക്ക് കാണാനാവും. വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നവർക്കൊരാശ്വാസമായി തങ്ങളുടെ വീടുകളും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ നിലവിലുള്ള തറയിൽ നിന്ന് മേൽപോട്ടുയർത്തുന്ന സാങ്കേതിക വിദ്യയുമായി എത്തിയിട്ടുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള അധ്വാനശീലരായ ഒരു കൂട്ടം തൊഴിലാളികളെയും അവർ വീടുകൾ ഉയർത്തുന്ന വിദ്യയുമാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീടുകളുടെ ഭിത്തികൾക്ക് അടിവശം മുറിച്ചു മാറ്റി അവിടെ ജാക്കികൾ വെച്ച് എത്ര വലിപ്പമുള്ള കെട്ടിടമായാലും സുരക്ഷിതമായി അതുയർത്തുകയാണ് ഇവരുടെ ദൗത്യം. കെട്ടിടത്തിന്റെ ഭിത്തികൾക്ക് ഇരുവശത്തുമുള്ള തറ 2 അടി ആഴത്തിൽ കുഴിക്കുന്നു. തറയും ഭിത്തിയും ചേരുന്ന ഭാഗത്ത് ജാക്കികൾ വയ്ക്കുവാൻ ഇടമുണ്ടാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെട്ടിടത്തിന്റെ അടിത്തറ നിൽക്കുന്നത് ഒരു കോൺക്രീറ്റ് ബെൽറ്റിലോ ബീമിലോ ആയിരിക്കുമല്ലോ. ഇതിനു മുകളിലാണ് ജാക്കി ഉറപ്പിക്കുക. ഇനി പഴയ കെട്ടിടത്തിന് കോൺക്രീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ പുതുതായി ഒരു കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ച് അതിന്മേലാവും ജാക്കി ഉറപ്പിച്ച് കെട്ടിടം ഉയർത്തുക. ഇതിനല്പം ചിലവ് കൂടുമെന്ന് മാത്രം. ഇനി ജാക്കി ഉറപ്പിക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. നീളമുള്ളൊരു സി ചാനലിനകത്ത് സിമന്റ് മിശ്രിതം നിറച്ച് അത് ഭിത്തിയുടെ താഴെ ഉറപ്പിച്ചതിന് ശേഷം തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന ജാക്കി ഈ സി ചാനലിന് അടിവശത്തായി ഉറപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഉയർത്താൻ ഉപയോഗിക്കേണ്ട ജാക്കികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. സാധാരണയായി 300 മുതൽ 400 വരെ ജാക്കികൾ കൃത്യമായ അകലത്തിൽ സി ചാനലിനടിയിലായി ഉറപ്പിച്ചാണ് കെട്ടിടം ഉയർത്തുവാനായി തയ്യാറാക്കുക. ലിഫ്റ്റിങ്ങിന് മുൻപായി സി ചാനലുകളെല്ലാം വെൽഡ് ചെയ്ത് പരസ്പരം ബന്ധിപ്പിച്ച് ബലപ്പെടുത്തേണ്ടതുണ്ട്. പിന്നീട് വാട്ടർ ലെവൽ അടയാളപ്പെടുത്തിയ ശേഷമാവും മുൻകൂട്ടി നിശ്ചയിച്ച ദിവസം കൂടുതൽ തൊഴിലാളികളെത്തി ലിഫ്റ്റിംഗ് ജോലി തുടങ്ങുക. वाटर लेवल है मकान का, ये अभी 0-0 लेवल है. लास्ट में आपको यही लेवल 0-0 मिलेगा सर. ये आपको पूरा मकान में आउटर में पूरा लगा होगा. कैसे आप चेक कर रहे हैं? ये वाटर लेवल चेक करेंगे सर. वाटर लेवल. हाँ. लिफ्टिंग के बाद में कैसा करेगा ये चेकिंग? ये सर हम हर एक लिफ्टिंग के एंड में लास्ट में जैसे हमारा 1 फुट हो जाएगा तो उस समय एक बार हम चेक कर लेंगे जो हमारा किधर ऑफ है किधर डाउन है. फिर अगले लिफ्टिंग उस हिसाब से हम मैनेज करेंगे. സാധാരണയായി ഒരു തൊഴിലാളി 7 മുതൽ 10 വരെ ജാക്കികളാണ് കൈകാര്യം ചെയ്യുക. എല്ലാ തൊഴിലിലും എന്ന പോലെ പ്രത്യേക പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഇവർ ലിഫ്റ്റിംഗ് ജോലി തുടങ്ങുക. ശക്തിയുടെയും യുക്തിയുടെയും പ്രതീകമായ ആഞ്ജനേയനെ വണങ്ങി ജയ് ഹനുമാൻജി എന്ന് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്പർ 1 എന്ന് പറയുന്നതോടെ ലിഫ്റ്റിംഗ് ജോലി തുടങ്ങുകയായി. അങ്ങനെ 1 മുതൽ 120 വരെ എണ്ണിക്കഴിയുമ്പോഴേക്കും കെട്ടിടം തറയിൽ നിന്ന് 4 ഇഞ്ച് ഉയർന്നു കഴിയും. അതിനുശേഷം ജാക്കികൾ ഓരോന്നായി താഴ്ത്തി അവയ്ക്ക് മുകളിൽ 4 ഇഞ്ച് ഘനമുള്ള ചതുരാകൃതിയിലുള്ള മരക്കട്ടകൾ ഉറപ്പിച്ചാവും അടുത്ത 4 ഇഞ്ച് ഉയർത്തുക. ഇങ്ങനെ രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ലിഫ്റ്റിംഗ് ജോലി
വൈകുന്നേരം 5 മണിയോടടുപ്പിച്ചാവുമ്പോഴേക്കും കെട്ടിടം ഒരടി ഉയർത്താനാവും. പിന്നീടുള്ള 3-4 ദിവസങ്ങളിലായി ഉയർത്തിയ ഒരടി ഭാഗത്ത് സിമന്റ് ബ്ലോക്കുകൾ കെട്ടി ഉറപ്പിക്കുന്നു. പിന്നീട് അതിനു മുകളിലാവും അടുത്ത ഒരടി ഉയർത്തുവാനായി ജാക്കികൾ സ്ഥാപിക്കുക. मेरा नाम यशपाल राणा है। मैं हरियाणा से बिलोंग करता हूँ। इस बिल्डिंग को हमने 6 फीट उठाया और 70 डेज के आसपास इसको हम अपना काम हमारा ओवर हो जाएगा। उसके बाद क्या करते हैं, हमारा काम का टेक्निक क्या है सर, इसका जो TDBD इंजीनियर्स प्राइवेट लिमिटेड कंपनी है, इसका जो MD है, MD एक सुशील सिसोदिया जी है और एक प्रदीप सिसोदिया जी है। तो इन्होंने ही एक इस टेक्निक को नवजात किया है। तो इनके जो दादाजी थे उन्होंने गवर्नमेंट कॉन्ट्रैक्टर थे, तो उन्होंने एक स्लैब को, एक छोटे से स्लैब को लिफ्ट करना का जरूरत था, तो उन्होंने एक बिल्डिंग को, उसको स्लैब को लिफ्ट किया है। तो उन्होंने उस समय काम चला कर, उस समय हमें एक थोड़ा सा उसको हम वो रखते थे, स्लैब उठाते थे। फिर उसके बाद क्या सुशील जी ने एक टेक्निक को नवजात किया कि इस बिल्डिंग को हम पूरे वॉल समेत उठाना की कोशिश की, तो वो टेक्निक हमारा कामयाब हो गया। तो अब हम इसको बिल्डिंग को पूरी बिल्डिंग को 3-4 जितना भी फ्लोर बिल्डिंग है वो हम लिफ्ट कर देते हैं। और साथ साथ अगर बिल्डिंग को कई प्रकार की, कई बार हो जाता है रोड लेवल में आ जाता है और कोई एक प्लाट से दूसरे प्लाट में भी रखना पड़ता है बिल्डिंग को, हम बिल्डिंग को शिफ्ट भी कर देते हैं। तो हम इस बिल्डिंग को हमने 2 महीने में 70 डेज के आसपास में उसको काम को कवर किया है। टेक्निक सर क्या होता है हमारा, हम जैसा बिल्डिंग के साथ साथ हमें जो जितना भी वॉल होता है उसके साथ साथ 2 फीट हम उसको डीक करेंगे। डीक करने के बाद तो उसमें एक जगह एक जैक लगाएंगे, उसको वॉल जो होता है वॉल को रिमूव करेंगे 1.5 फीट के आसपास, वहां पे एक जैकी रखेंगे, फिर आगे एक जैकी रखेंगे। ऐसे रिमूव करते करते 1 बाय 1 पूरी बिल्डिंग में हम जैकी लगा देंगे। जैकी लगने के बाद फिर हमारे पास एक आयरन सेक्शन होता है सर, उसको हम फिट करेंगे। हमारा आयरन सेक्शन होता है 5 फीट का भी होता है, 4 फीट का भी होता है और 10 फीट का भी होता है। तो वो फिट करने के बाद उसमें जहाँ पे हमारा उसका जोड़ समझते यानी उसका कॉर्नर होता है उसको हम वेल्ड करेंगे। वेल्ड करने के बाद फिर हमें इस बिल्डिंग को पूरा एक लेवल में जैकी रखते हैं। तो जैकी को हम रिमूव करते हैं। रिमूव कैसे करेंगे, एक जैकी पे हमारा एक वर्कर जो होता है वो 10 से 5 या 7 या 8 जो सेटिंग के हिसाब से वो जैकी एक टाइम में रिमूव कर सकता है। तो हम जैकी को सभी रिमूव करेंगे, नंबर से रिमूव करते हैं सर। जैसा कि 1 नंबर बोलते हैं तो वो सभी एक ही नंबर लगाएंगे, 2 नंबर बोलेंगे तो 2 नंबर लगाएंगे। उसके बाद क्या होता है सर, हमारा जो जैकी होता है उस पे एक हमारा मार्क होता है, उस पे हमारा 12 नंबर में ऑटोमेटिक वो निशान पे निशान आ जाता है। तो उसके बाद जैसे कि हमने उसको पहले हमारा एक वुड ब्लॉक होता है, उसको हमें गुटका बोलते हैं, वुड ब्लॉक होता है, उसको हम सर उसको लगाएंगे। लगाने के बाद फिर उसको आगे फिर 108 नंबर चलाएंगे, फिर आगे 108 नंबर चलाएंगे सर। ऐसे करते करते हम एक दिन में 1 फीट लिफ्ट करते हैं। 1 फीट लिफ्ट करने के बाद फिर हम क्या करते हैं सर, उसका एक ब्रिक वर्क करना पड़ता है। पूरी बिल्डिंग जो वॉल के नीचे, बिल्डिंग के नीचे पूरा वॉल के नीचे जैके हमारा ऊपर आ जाता है। तो हमारा जो ब्रिक वर्क होता है वो जैसे हमने 1 फीट इधर लिफ्ट किया है सर, तो इसमें हमें यहाँ पे ब्रिक वर्क करेंगे तो जैकी हमारा फिर ऊपर आ जाएगा, इधर आ जाएगा। फिर नेक्स्ट डे 4 और 5 डेज के बाद फिर हम जैकी ऊपर लगाएंगे, फिर हम उसको लिफ्ट करेंगे। ऐसा 1 बाय 1 इसमें हमारा कम से कम 6 फीट का हमारे इसमें 2 मंथ के आसपास का टाइम लगता है सर। उसके बाद कितने फीट तक लिफ्ट कर सकते हैं सर? हमने इस बिल्डिंग को हमने 6 फीट लिफ्ट किया है। उसके बाद वैसे कम से कम हमने 13 फीट लिफ्ट किया है। उसमें क्या है, उसमें ओनर ने बोला था एक स्टील पार्किंग डालने के लिए, नया पार्किंग डालने के लिए नीचे स्टील पार्किंग डाला है और ऊपर एक हमारा रूफ हो गया, नया रूफ हो गया। तो उसमें एक हमारा बेनिफिट है, कार पार्किंग का भी हो जाता है, स्पेस भी मिल जाता है ओनर को। आज से 13 फीट तक हमने लिफ्ट कर दिया सर। और इसी बिल्डिंग को जैसे भी कोई बिल्डिंग कई बार हो जाता है सर, रोड में आ जाता है, हाईवे में आ जाता है, उस बिल्डिंग को बैक करना है या आगे ले जाना है या दाएं ले जाना है, ऐसे साइड में कर देते हैं सर। बिल्डिंग बनी बनाई बिल्डिंग को हम सुरक्षित इसको शिफ्ट भी कर देते हैं। 15 വർഷമായി TDBD ഹൗസ് ലിഫ്റ്റിംഗ് കമ്പനിയുടെ ഫോർമാൻമാരായ ദിനേശും പരമാനന്ദും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. मेरा नाम परमानंद है सर। प्लस इसका शिफ्टिंग का जैसे आपका लिफ्टिंग का प्रोग्रेस होता है सेम होता है। इन लिफ्टिंग का जैसे मान लीजिए कि हम जैकी के ऊपर एक प्लेट लगाते हैं, प्लेट के ऊपर बैरिंग लगाते हैं, बैरिंग के ऊपर एक सी चैनल होता है, सी चैनल के साथ हम लगा करके और इसे एक ट्रैक बनाना पड़ता है।
हमको लेके जाना होता है और उसका वहाँ न्यू फाउंडेशन होता है, फिर हम बिल्डिंग को आराम आराम से उसको जैसे भी शिफ्ट करना होता है, हमारा अपना टेक्नोलॉजी है, उसको शिफ्ट करते हैं जी। कितना दूर तक? हम दूर तक के 10-20 फीट 40-50-100 फीट तक भी कर चुके हैं, कर देते हैं 100% गारंटी के साथ। आपने कितना बिल्डिंग शिफ्ट किया? लगभग 25 बिल्डिंग तक शिफ्टिंग हो चुका है जी। कितने साल से आप KDBD? हम लोग जैसा हो गया सर 15-16 साल इसमें काम करते हुए। मतलब हमारी ये साइड है, हमने इसको उठाया है 6 फीट तक। हमारा नाम दिनेश कुमार सुपरवाइजर। इस मकान को हमने 6 फीट शिफ्ट की लिफ्टिंग किया। कितने? इस कंपनी में हमको 10-11 साल हो गए जी, TDBD हाउस लिफ्टिंग में काम चल रहा है जी अभी। ഒരു കെട്ടിടം ഉയർത്തുന്നതിൽ വാസ്തുപരമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലെന്നും മറിച്ച് അവയുടെ സ്റ്റെബിലിറ്റി കൂട്ടുവാനേ അത് ഉപകരിക്കൂ എന്നുമാണ് പ്രശസ്ത വാസ്തുവിദ്യാ വിദഗ്ധൻ ശ്രീ മനോജ് എസ് നായരുടെ പക്ഷം. ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സംവിധാനമാണ് കെട്ടിടങ്ങൾ ഉയർത്തുന്ന. അത് ആ ടെക്നോളജി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ധാരാളം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 3 അടി 4 അടിയൊക്കെ മാത്രം ഉയർത്തുന്ന ഒരു പുതിയ നിർമ്മിതിയൊക്കെ ആണെങ്കിൽ 3 അടി 4 അടി മാത്രം അതിൻ്റെ മിനിമം കോസ്റ്റിൽ ഉയർത്തിക്കൊണ്ട് അതിൻ്റെ ബേസ്മെൻറ്റിലും ഫൗണ്ടേഷനിലും ഒക്കെയുള്ള റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രം വരുത്തിക്കൊണ്ട് ഒരു ബിൽഡിങ്ങിനെ മുഴുവൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. അതിൻ്റെ കോസ്റ്റിൻ്റെ വ്യാപ്തിയെ ഒരു പരിധി വരെ പരിമിതപ്പെടുത്താൻ നമുക്ക് ഈ ബിൽഡിങ്ങിനെ ഉയർത്തുന്ന ഈ പ്രക്രിയ, ഈ സംവിധാനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ വ്യാപകമായി തന്നെ ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖലകളിൽ ധാരാളം വീടുകൾ അങ്ങനെ ഉയർത്തി ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി തന്നെയാണ് അത്തരം വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറേ കൂടെ അതിനെക്കുറിച്ച് നല്ല പഠനങ്ങൾ നടത്തിയിട്ട് കുറച്ചുകൂടെ അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കുറേ കൂടെ ടൈം ബൗണ്ടായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങളെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. 2 വീടുകളുടെ ലിഫ്റ്റിംഗ് ജോലികൾ പൂർണ്ണമായും സൂപ്പർവൈസ് ചെയ്ത സജി എന്നറിയപ്പെടുന്ന KM വർഗീസിന്റെ നിരീക്ഷണവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതെങ്ങനെയാണ് ഈ ലിഫ്റ്റിങ്ങിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഒന്ന് പറയാമോ? ലിഫ്റ്റിങ്ങിൽ ഇവിടെ ഹരിയാന സ്വദേശികളായ പല കമ്പനികളും ഇവിടെ ലിഫ്റ്റിംഗ് എത്തിയിട്ടുണ്ട് കേരളത്തിൽ. അവരുടെ ഒരു ടീം 10 പേര് 12 ആളുകൾ ചേർന്നൊരു ടീമാണ് ഇതിൽ. നമ്മൾ അവരുടെ സെറ്റിങ്സ്, ജാക്ക്, ഇതിൽ ലിവർ, ഇതൊക്കെ തന്നെയാണ് അവരുടെ മെഷീനറി എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് ജാക്കാണ്, മാനുവൽ ജാക്കാണ്, ഹൈഡ്രോളിക് ജാക്കല്ല, മാനുവൽ ജാക്കിലാണ് അവർ ഇത് ലിഫ്റ്റ് ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ജാക്കുകളുടെ എണ്ണം കൂട്ടും. എൻ്റെ 2340 സ്ക്വയർ ഫീറ്റുള്ള എൻ്റെ വീട് പൊക്കിയപ്പോൾ ഏകദേശം 60 ജാക്കാണ് അവരന്ന് യൂസ് ചെയ്തത്. അതിൽ 60 ജാക്കും ഫുള്ളും സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ ഏകദേശം 52 ജാക്കുകൾ സെറ്റ് ചെയ്തു. എൻ്റെ അനുഭവത്തിൽ പിന്നീട് ഞാനൊരു 2600 സ്ക്വയർ ഫീറ്റുള്ള വീടിന് സൂപ്പർവിഷൻ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്ക്വയർ ഫീറ്റ് കൂടുന്തോറും ഒരു ജാക്കലിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട്. ഈ ബേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വീടുകളും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ബേസ്മെന്റ് വളരെ മോശമുള്ള വീടുകൾ ലിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്കും വലിയ താല്പര്യമില്ല. എങ്കിൽ തന്നെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ ആണ് ബേസ്മെന്റ്. അന്ന് മിക്കവാറും വീടുകൾക്ക് കരിങ്കല്ലിലാണ് ബേസ്മെന്റ് ചെയ്തിരിക്കുന്നത്. കരിങ്കല്ലിന്റെ മുകളിൽ ബെൽറ്റ് കൊടുത്തിട്ടുള്ള ഏത് വീടുകളും ലിഫ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അവർക്കതിനൊരു എതിർപ്പില്ല. ബെൽറ്റുള്ള വീടുകൾ 100% ഒരുങ്ങും. കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് നിർത്തി സ്റ്റീൽ കെട്ടിയിരിക്കുന്ന ഭാഗം പൊട്ടിച്ച് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി അവർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടിക പൊട്ടിച്ച് ചെയ്താൽ അതിന് ചാനൽ എന്ന് പറഞ്ഞാൽ C ചാനൽ എന്നാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. ചാനൽ യൂസ് ചെയ്ത് ചാനലിലാണ് ജാക്ക് ഹോൾഡ് ചെയ്യുന്നത്. ചാനൽ കൊടുത്തതിന് ശേഷമാണ് ബെൽറ്റ് പൊക്കുമ്പോൾ അവർ ഡയറക്റ്റ് അവരുടെ വുഡൻ പീസുകളോ വുഡൻ ബ്ലോക്ക് ഉണ്ട് അവർക്ക്, ചെറിയ സ്ക്വയർ, അതിലാണ് അത് ജാക്കിന് ഹൈറ്റ് കൊടുത്തു പോവുകയാണ്. ബെൽറ്റോട് ചേർത്ത് പൊക്കുന്നതിനും ചാനലുകൾ യൂസ് ചെയ്യാറില്ല. ഭിത്തിക്ക് എന്തെങ്കിലും ബലക്ഷയമോ എല്ലാം ഇതുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ ചാനൽ കൊടുത്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ ജനലുകളെല്ലാം 100% പാളികൾ അഴിച്ചതിന് ശേഷം കട്ട കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പണിയുടെ എളുപ്പത്തിന് തടി കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതത്ര സുരക്ഷിതം അല്ലെങ്കിലും കട്ട തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് രീതി. അപ്പോൾ ജനലിൽ ലോഡ് വരാതെ
ഒരേപോലെ ഫുൾ ഭിത്തിയിൽ ലോഡ് വന്ന് കയറും. അഡീഷണലായിട്ട് ഞാൻ കണ്ടത് പഴയ രീതിയിൽ പണിത വീടുകളാണെന്നുണ്ടെങ്കിൽ വാൾ ഭിത്തികൾ കാണും. ആ ഭിത്തികൾക്ക് നെറ്റടിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, അതിന് ബലമില്ല. അതിനും അവർ കട്ടകൾ അടുക്കിയതിന് ശേഷമാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെയാണ് റിസ്ക് ഉള്ളത്? കുട്ടനാട്ടിലെ വീടുകൾ ഇരുത്തി തുടങ്ങിയാൽ 3 അടി വരെയും ചരിഞ്ഞ് കിടക്കുന്ന വീടുകളുണ്ട്. 3 അടി ചരിഞ്ഞും 2.5 അടി ചരിഞ്ഞും 2 അടി ചരിഞ്ഞുമുള്ള വീട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ചരിഞ്ഞ് കിടക്കുന്ന ഭാഗം ചരിയാത്ത ഭാഗത്തേക്കാളിലും 2.5 അടി ഡൗണിൽ സ്ലോപ്പായി കിടക്കുന്ന വീട് പൊക്കുമ്പോൾ ആ ഭാഗത്തോട്ട് മൂവ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് പൊക്കുന്ന ആളിൻ്റെ ടാലൻ്റ് അനുസരിച്ചാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ല, ഈ ചരിഞ്ഞു കിടക്കുന്ന ഭാഗം അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അവിടെ മാത്രമായിട്ട് ലെവലി അവിടെ മാത്രമായിട്ട് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ലോഡ് കൊടുത്താൽ ഈ ഇത് ബ്രേക്ക് ആവും ബെൽറ്റ്. അങ്ങനെ അവർ പൊക്കാറില്ല. കാര്യം ഇവർ പല കമ്പനികളും വീട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലേ? ഷിഫ്റ്റ് ചെയ്യുന്നതിന് ട്രാവലിംഗ് ജാക്കുണ്ട്. ട്രാവലിംഗ് ജാക്ക് ഇപ്പോൾ എല്ലാവരും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ട്രാവലിംഗ് ജാക്കുണ്ട്. ഇനി ട്രാവലിംഗ് ജാക്ക് അല്ലെങ്കിൽ തന്നെ വലിയ വലിയ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ ഇപ്പോൾ ഉണ്ട്. വീലിൽ തന്നെ ഇത് മൂവ് ആവും. ലോഡായി കഴിഞ്ഞ് മൂവായി റൊട്ടേഷൻ ചെയ്ത് വെക്കുന്ന വീടുകൾ വരെയുണ്ട്. അടുത്ത സമയത്ത് ആലപ്പുഴ വീടിൻ്റെ പൊസിഷനെ തിരിച്ചു വെച്ചു. വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് ആശ്വാസം സാധ്യമാക്കുവാനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളക്കരയിലെത്തിയിട്ടുള്ള അധ്വാനശീലരായ ഈ തൊഴിലാളികൾക്ക് നന്ദിയും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ, രാധാകൃഷ്ണൻ കുറ്റൂർ.